ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു മത്തങ്ങ കിട്ടിയിട്ടുണ്ട്. ഈ മത്തങ്ങ വെച്ചിട്ട് നമുക്കൊരു പായസവും, പകുതി മത്തങ്ങയും കൊണ്ട് പായസം വയ്ക്കാം, പകുതി മത്തങ്ങയും കൊണ്ട് നമുക്ക് ഹൽവ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 കിലോ ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പായസത്തിനും ഹൽവയ്ക്കും വേണ്ടുന്ന ശർക്കരയാണ് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ കുറച്ച് 2 തരം മുന്തിരിങ്ങയും ഉണക്കമുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചവ്വരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 വലിയ തേങ്ങ തിരുമ്മി ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. കോൺഫ്ലവർ ഹൽവയ്ക്ക് ചേർക്കാനാണ് കേട്ടോ. പായസത്തിൽ കോൺഫ്ലവർ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മത്തങ്ങയൊന്ന് ആദ്യം ചെത്തി റെഡിയാക്കി എടുക്കാം. അതേപോലെ നമുക്ക് ഈ ശർക്കരയൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, മത്തങ്ങയൊക്കെ നന്നായിട്ട് ഞാൻ ചെത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല പൊടിയുള്ള മത്തങ്ങ കേട്ടോ, നല്ല കളറുമാണ്. ഇത് കഴുകിയപ്പം വെള്ളത്തിന് വരെ മഞ്ഞ കളറായിരുന്നു കേട്ടോ. അപ്പോൾ മത്തങ്ങ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മത്തങ്ങ നമുക്കൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ മത്തങ്ങ ആവിയൊക്കെ കയറ്റി ഇതേപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് പായസത്തിനുള്ളത് മാത്രം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലിട്ട് അരയ്ക്കുകയൊന്നും ചെയ്യണ്ട. മിക്സിയിലൊക്കെ ഇട്ട് അരയ്ക്കുമ്പോഴത്തേനും വെള്ളം കൂടിപ്പോകും കേട്ടോ. അപ്പോൾ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചു. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യ് മെൽറ്റായപ്പോൾ നമുക്കൊന്ന് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പം ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ. നന്നായി ഇളക്കി നമുക്കതൊന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ചുമന്ന് വരുന്നപ്പോഴത്തേന് അതിനകത്തേക്ക് ഞാൻ 2 തരം ഉണക്കമുന്തിരിങ്ങയും ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് ഇളക്കി അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ടെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം കേട്ടോ. അത് ആ പാത്രത്തിലേക്ക് മുഴുവനായിട്ട് തന്നെ കോരി മാറ്റിയതിന് ശേഷം ആ എണ്ണയ്ക്കകത്തോട്ട് ഞാൻ ചവ്വരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചവ്വരി വേവിച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിങ്ങനെ വറുത്താണ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. വറുത്താകുമ്പം അതിനകത്ത് കിടന്നങ്ങ് വെന്തോളുമല്ലോ. അപ്പോൾ ചവ്വരി നന്നായി വറുത്ത് വന്നപ്പം അതിലേക്ക് ഞാൻ മത്തങ്ങ ഉടച്ച് വെച്ച മത്തങ്ങ ചേർത്ത് കൊടുക്കുവാണേ. മത്തങ്ങായി നെയ്ക്കകത്തൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മത്തങ്ങ മുഴുവനും ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് നെയ്ക്കകത്തൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. മത്തങ്ങ നന്നായിട്ട് വരട്ടി ഒന്ന് നല്ലൊരു മണമൊക്കെ വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ എടുത്തു വെച്ച 2-ാം പാല് ചേർത്ത് കൊടുക്കുവാണേ. 2-ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കണം. നന്നായിട്ട് ഇളക്കി നല്ലൊരു കളറായിട്ട് വരണം കേട്ടോ. നല്ലോണം കളറായിട്ട് വരുമ്പോഴത്തേന് നമുക്കതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഇതിനകത്തേക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏലക്കാപ്പൊടി, ചെറിയ ജീരകവും അതേപോലെ തന്നെ ചുക്ക് പൊടിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഇതിനകത്തൊന്ന് മിസ്സായെന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും കുറച്ച് ഭാഗം കിട്ടിയിട്ടുണ്ട്. നമ്മളതിനകത്തേക്ക് പൊടിച്ചിടുന്ന കുറച്ച് ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും ലൂസായിട്ട് എന്താ പായസം ഇരിക്കുന്നതെന്ന് കേട്ടോ. ഈ ചവ്വരിയൊക്കെ വെന്ത് വരുമ്പോഴത്തേന് നന്നായിട്ട് പായസം തിക്കാവും കേട്ടോ. അപ്പം ഇത് കണ്ടോ, ഇപ്പം നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1-ാം പാലും കൂടെ ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പൊടിച്ച് വെച്ച പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുക്കും ഏലക്കായും ചെറിയ ജീരകം കൂടെ പൊടിച്ച പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അപ്പോഴത്തേന് പായസം തിക്കായി വന്നിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ വറുത്ത് ചേർത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റാണ് കേട്ടോ. മത്തങ്ങ വെച്ച് പായസം ഉണ്ടാക്കിയെന്ന് ആരും പറയത്തില്ല. മത്തങ്ങയുടെ ഒരു ടേസ്റ്റും ഇതിനകത്ത് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി തിക്കായിട്ടുള്ളൊരു പായസമായിരുന്നു. അപ്പോൾ ഇത്രയും ലൂസുണ്ട് പായസത്തിന് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത്രയും ലൂസായിട്ട് എന്താ പായസം ഇരിക്കുന്നതെന്ന്. പക്ഷേ ഈ പായസം തണുക്കുമ്പോഴേ കുറേ കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ ചൂടോടെ ആയിട്ടാണ് ഇത്രയും ലൂസായിട്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും. താങ്ക് യു.